നമസ്തേ, രാംസ് വോയിസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ വിഷയം തന്നെ ഒന്ന് തുടരുകയാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മതത്തിൽ നിന്നും വിട്ടുപോകാൻ പറ്റാതെ ഇങ്ങനെ കെട്ടിയിടപ്പെട്ട പല യുവത്വങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒന്ന് ഉന്തിക്കൊടുത്താൽ ഇതിൽ നിന്ന് മോചിതനാവാൻ കഴിയും. എന്തിനെയാണ് ഭയപ്പെടുന്നത്? അതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. ഒന്ന്, മരണശേഷമുള്ള ജീവിതം. അതാണ് വിശ്വാസിയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. മരിച്ചു കഴിഞ്ഞിട്ടുള്ള വിചാരണ, ശിക്ഷാവിധി, ഇതിനെ ഓർത്തിട്ടാണ് വിശ്വാസികൾ ഇന്ന് ആകെക്കൂടി പേടിച്ചരണ്ട് നിൽക്കുന്നത്. സത്യത്തിൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും തെളിവ് ഈ ലോകത്ത് തന്നിട്ടുണ്ടോ? ഇല്ല, ഒരു മതത്തിലുമില്ല. ഹിന്ദു മതത്തിൽ തന്നെ പറയുന്നത് പുനർജന്മത്തെക്കുറിച്ചാണ്. അതൊരു മറ്റൊരു വിവക്ഷയാണ്. കാരണം ഒന്നും ഇവിടെ നശിക്കുന്നില്ല, എനർജി നഷ്ടപ്പെടുന്നില്ല, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകർത്തപ്പെടുന്നു എന്നുള്ളതാണ് അവരുടെ ഹിന്ദുവിൻ്റെ വിശ്വാസം. അതായത് ഫോം ചേഞ്ച് ചെയ്യുന്നു, എനർജി. ഇപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ വളമായി മാറും, ഉറപ്പായിട്ടും ഒന്നിൽ കത്തിക്കും, അതല്ലെങ്കിൽ എന്നെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഭൂമിയിലേക്ക് തന്നെ ഈ പറയുന്ന പല ഘടകങ്ങളുടെ കാൽഷ്യമായിട്ടും ഫോസ്ഫറസായിട്ടും എല്ലാം വലിഞ്ഞു ചേർന്ന് അത് പിന്നീട് മരമായി, ആ മരം വേറെ ഭക്ഷിച്ചു, അല്ലെങ്കിൽ ഫലമായി ഫലം ഭക്ഷിച്ചു. അങ്ങനെ ഒരു ചാക്രികമായിട്ട് എനർജി ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നതിൽ ഓക്കെ, അത് സയൻസ് ഉണ്ട് വേണമെങ്കിൽ പറയാം. കാരണം ഒന്നും നശിക്കുന്നില്ല, ഒക്കെ വളമായി ചീഞ്ഞ് വളമായിട്ട് വീണ്ടും അത് വൃക്ഷമായിട്ടോ എന്തായിട്ടോ മാറുന്നു. അതൊരു മാറ്റമുണ്ട് ജീവിതത്തിൽ. അപ്പോൾ അത് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് സയൻസാണ്. അതിൽ വലിയ ചിന്തയുടെ ഒന്നും ആവശ്യമില്ല, അതങ്ങനെ പോട്ടെ. അല്ലാതെ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് ഖബറിൽ ചെന്നിട്ട് ഖബറിൽ ഒരാൾ വന്നിട്ട് മൻ റബ്ബുക്ക എന്ന് ചോദിച്ച് വരട്ടെ. ആദ്യത്തെ ഭയം അവിടെയാണ്. ഇതിനെ എടുത്തു കളഞ്ഞാൽ തന്നെ പ്രശ്നം തീർന്നു. ശാസ്ത്രം ഇത്രയധികം പുരോഗമിച്ചു. പലരും ഈ മരിച്ച കബറത്തിനകത്ത് മൈക്കും ക്യാമറയൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ളതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പല യൂട്യൂബിലൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്കറിയാം ഡിക്കേ ആവുന്നത് എങ്ങനെയാണ്. ഒരു ബോഡി മണ്ണിനകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മലക്കും വരില്ല, മൻ റബ്ബുക്കും ചോദിക്കില്ല, ഒന്നും ചോദിക്കില്ല. പക്ഷേ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഈ ബോഡി ചീഞ്ഞളിഞ്ഞ് പുഴുവായി, അത് പതിയെ പുഴുക്കൾ നശിച്ച് മണ്ണായി കുറച്ച് അസ്ഥികൾ മാത്രം ബാക്കിയുണ്ടാകും. ബാക്കിയൊക്കെ അങ്ങോട്ട് പോകും. മരിച്ചു കഴിഞ്ഞാൽ എന്ത്? മരിച്ചു കഴിഞ്ഞാൽ പൂജ്യം, പൂജ്യം. നമ്മൾ ഉറക്കം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഗാഠനിദ്രയിലായിട്ട് പിറ്റേന്ന് ഉണരുമ്പം ഈ കഴിഞ്ഞ 5-8 മണിക്കൂർ ഉറങ്ങിയപ്പോൾ എന്താ നമ്മൾ ചെയ്തതെന്നോ ഒന്നും നമുക്കറിയില്ല. ഒരു ഉറക്കത്തിൻ്റെ അവസ്ഥയാണ്. നമ്മൾ ശ്വാസം വലിച്ചിട്ടുണ്ട്, നമ്മൾ ബ്രെയിൻ അവിടെ തന്നെ ബ്രെയിൻ വർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്, ബ്ലഡ് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്നും അറിഞ്ഞില്ല. അവിടെ എന്താണ്? അവിടെ നമ്മുടെ തലച്ചോറ് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ തലച്ചോറ് താൽക്കാലികമായിട്ട് ഉറങ്ങുമ്പോൾ പോലും നമ്മളൊന്നും അറിയുന്നില്ല. അപ്പം അത് പെർമനൻ്റായിട്ട് ഉറങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? ജീവൻ നഷ്ടപ്പെടുക എന്ന് നമ്മൾ അവസാനം നമ്മളെന്താണ് ഇപ്പോൾ സയൻസിൽ പറയുന്നത്? ബ്രെയിൻ ഡെത്ത് എന്നാണ് പറയുന്നത്. അതായത് ബ്രെയിൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, വട്ടപൂജ്യ. പിന്നെ നുള്ളിയാലോ
ഒരു മലക്ക് വന്ന് 5-5 അടി ചന്തിക്കും നെഞ്ചത്തൊക്കെ ഗത വെച്ച് അടിച്ചാലോ എന്ത് കാര്യം? ഡെഡ് ബോഡിയിൽ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആ കൂടി ഈ പറയുന്ന 6 അടി നീളത്തിൽ 1 അടി 1.5 അടി വീതിയിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലാണ് വിശ്വാസിയെ കടത്തുന്നത്. അതിൻ്റെ അകത്തൊരു മരക്കം കൂടി വന്നിട്ട് ഇത് ഞെരിക്കുന്ന പറഞ്ഞത്, കവറിന് ഞെരിക്കുന്നു. ഞെരുങ്ങാണ് മണ്ണൊക്കെ സൈഡിൽ നിന്ന് ഇടിഞ്ഞ് പോകണ്ടേ? ഒരു സംഗതി ഇങ്ങോട്ട് ഞെരിക്കുകയാണെങ്കിൽ ബാക്കി സൈഡിൽ നിന്ന് മണ്ണ് ഇടിക്കുക. അതല്ലേ നമ്മുടെ സയൻസ്. 2 സ്ഥലത്ത് നിന്ന് മണ്ണ് നടുക്കിലേക്ക് ഇടിച്ചിങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ, ഈ കബറിനെ ഇങ്ങോട്ട് ഞെക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള മണ്ണ് പൊഴിഞ്ഞു പോകണം. ഇവിടെയാണെങ്കിൽ അടുത്തടുത്ത് കബർസ്ഥാനാണ്. ഇടുക്കുകയാണെങ്കിൽ അവിടെ വന്നിട്ട് ഗതയും ഇതൊക്കെ വെച്ച് പല്ലും നഖം വെച്ചിട്ട് റബ്ബുക്കാന്ന് ചോദിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അടിച്ച് പിടിച്ച് എന്തിന് പിന്നെയും ഇട്ടേക്കും കുറേ കാലം. എന്നിട്ട് കുറേ കാലം കഴിഞ്ഞ് യോഗ അവസാനിക്കുന്നവരെ പിന്നെ ഒന്നുമില്ല, ഒന്നും അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് വരുമെന്നുള്ള എനിക്കറിയാം കേട്ടോ. എന്തായാലും ലോകം അവസാനിക്കുന്നവരെ അപ്പോഴത്തേക്കും നമ്മൾ അവസാനിച്ച് മണ്ണാട് മണ്ണായി. നൂറ്റാണ്ടുകൾ കഴിഞ്ഞ്, എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് നമുക്കറിയില്ല. ഇപ്പം നമ്മളിപ്പോൾ ഈ ജീവിക്കുന്ന മണ്ണിൻ്റെ 1 ഇഞ്ച് മണ്ണെടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര കോടി വർഷങ്ങൾ ജീവിച്ച് മരിച്ചവരുടെ ഫോസിലും അംശങ്ങളും നിറഞ്ഞതാണ് നമ്മുടെ 1 അടി മണ്ണ് അല്ലെങ്കിൽ 1 ഇഞ്ച് മണ്ണ്. എത്ര കോടിക്കണക്കിന് മനുഷ്യർ ഇവിടെ മരിച്ചു വീണിട്ടുണ്ട്. ദിനോസറുകൾ മരിച്ചു വീണിട്ടുണ്ട്. എല്ലാം നശിച്ച് ഈ മണ്ണിൽ ലയിച്ച് പിന്നെ അവിടുന്ന് ജനിച്ച് പിന്നെയും ലയിച്ച് ഈ മനുഷ്യരൊക്കെ കൂടി എഴുന്നേറ്റ് വന്നിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ കോടാനുകോടി വർഷങ്ങളിൽ അതിൽ ഏറ്റവും സങ്കടകരം ദിനോസറിനൊന്നും പിന്നെ ജീവിതമില്ല, മനുഷ്യർക്ക് മാത്രമുള്ളൂ ശിക്ഷ. ഇപ്പോൾ ഒരു പാവപ്പെട്ടവനെ ഇടിച്ചങ്ങ് കൊന്നു, ചവിട്ടി കൊന്നു. ആനയ്ക്ക് ശിക്ഷയ്ക്ക് വകുപ്പുണ്ടോ? വേണമല്ലോ. ഒരു സിംഹം വെറുതെ ചുമ്മാ ഞാൻ പോകുമ്പോൾ ഒരു പൈതൽ 10-12 വയസ്സുള്ള കുട്ടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ സിംഹം ചാടി വീണ് അതിനെ കീറി മുറിച്ച് തിന്നുന്നേ. ആ സിംഹത്തിനെ ശിക്ഷിക്കണ്ടേ? സിംഹം അനീതിയല്ലേ പ്രവർത്തിച്ചത്? സിംഹത്തിന് വിശന്നിട്ട് ആണെങ്കിലും ചെയ്യാൻ പാടുണ്ടോ? സിംഹത്തിന് പുല്ല് തിന്നാ പോരെ? എന്തിനാ മനുഷ്യക്കുട്ടീനെ തിന്നുന്നത്? ആന ഭ്രാന്തളകിയിട്ട് മതളകിയിട്ട് ആന പാപ്പാനെ വലിച്ച് 2 കഷ്ണമായി കീറി. ആനയ്ക്ക് ശിക്ഷ കൊടുക്കണ്ടേ? ആനയ്ക്കൊന്നും ശിക്ഷയില്ല, കടുവയ്ക്ക് ശിക്ഷയില്ല, പാമ്പിന് ശിക്ഷയില്ല. ആകെ കൂടി ശിക്ഷയുള്ളത് നരകത്തിലേക്ക് പോകുന്നത് മനുഷ്യൻ മാത്രം. അത് ഗുരുവായൂരപ്പാന്ന് വിളിച്ചാലും പോണം. മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ പറഞ്ഞ അങ്ങനെയാണ്. ഗുരുവായൂരപ്പനെ വിളിച്ചിട്ടും കാര്യമില്ല, അള്ളാനെ വിളിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ. ഗുരുവായൂരപ്പാന്ന് വിളിച്ചാൽ ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല. അപ്പോൾ കോടാനുകോടി ജീവികളുള്ള ഈ സമൂഹത്തിൽ മനുഷ്യന് മാത്രവും നരകവും സ്വർഗവും, ബാക്കിയുള്ളതിനൊന്നും പുനർജീവിതമില്ല, പുനരുജ്ജീവിപ്പിക്കുകയില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഭൂമി ഉണ്ടായിട്ട് തന്നെ കോടിക്കണക്കിന് വർഷങ്ങളായി, മനുഷ്യരാശി ഉണ്ടായിട്ടും അങ്ങനെയായി. അപ്പോൾ എത്ര മനുഷ്യരിവിടെ ജീവിച്ചു, എത്ര മനുഷ്യർ മരിച്ചു, ഇനി എത്ര ജനിക്കാനിരിക്കുന്നു, ഇനി എത്ര മരിക്കാനിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു ദിവസം എഴുന്നേറ്റ് വന്നാൽ ഇവിടുത്തെ ഓരോ മണൽത്തരിയും ഒരു മനുഷ്യനായിരിക്കും, അല്ലെങ്കിൽ ഒരു ജീവിയായിരിക്കും. ജീവികളെ വിട്, ഓരോ മണൽത്തരിയും ഒരു മനുഷ്യനായിരിക്കും. ഇത്രയും ആൾക്കാരെ വിചാരണ ചെയ്യുന്ന എന്തായിരിക്കും അവസ്ഥ? ചെറുപ്പക്കാരാ, ഈ ഭയമുള്ള ചെറുപ്പക്കാരൻ ചിന്തിച്ചു നോക്കൂ. കോടാനുകോടി മനുഷ്യർ ഇപ്പം തന്നെ ഈ ഭാരതത്തിൽ തന്നെ 140 കോടി ജനങ്ങൾ, ചൈനയിൽ വേറെ, അതിപ്പോൾ ജീവിച്ചിരിക്കുന്ന കേട്ടോ. ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു, കോടാനുകോടി വർഷങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ. എനിക്കതിൻ്റെ കൃത്യവർഷം ഞാൻ അങ്ങനെ സയൻസൊന്നും പഠിച്ചിട്ടില്ല. എന്തായാലും ഉണ്ട്, മനുഷ്യനായിട്ട് ബോധമായിട്ട് മനുഷ്യനായിട്ട് തന്നെ എത്രയോ കാലം കഴിഞ്ഞിരിക്കുന്നു. 10,000-കണക്കിന് വർഷങ്ങൾ കൂടുമ്പം ഈ മണ്ണിലേക്ക് എത്ര പേരും ഇതൊക്കെ ഒരുമിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം സിനിമയിൽ ഈ ക്ലോണിങ് നടത്തിയവരുണ്ടാവും.
ഒരു മനുഷ്യനെ തൊട്ട് നിൽക്കാൻ പറ്റില്ലെന്ന്, അതിനുള്ള ഇടം ഉണ്ടാവില്ല. ഈ പുനർജീവിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ തൊട്ട് നിൽക്കാനുള്ള ഇടം ഉണ്ടാവില്ല. എന്നിട്ടും പോരായിട്ട് ഈ മനുഷ്യരൊക്കെ കൊണ്ടുപോയിട്ട് ഒരു മുടി 7 കീറും. അതിൻ്റെ മുകളിൽ കൂടി, പാലത്തിൻ്റെ മുകളിൽ ഓരോരുത്തരും നടക്കണം. ശിക്ഷയ്ക്ക് പോകുന്നതിൻ്റെ മുന്നേ അടിയിലിങ്ങനെ അഗ്നി ചൊരിയുന്ന ഈ പാലത്തിൻ്റെ മുകളിൽ കൂടി നടക്കണമെങ്കിൽ ഇത്രയും മനുഷ്യർ പാലത്തിൻ്റെ മുകളിൽ കൂടി നടക്കുന്ന കാര്യം ആലോചിച്ച് നോക്കി. ഈ ഉറുമ്പുകൾ വരുന്ന, ഉറുമ്പല്ലല്ലോ മനുഷ്യൻ, അത് 7 കീറിയിട്ടുള്ള ഈ പാലത്തിൻ്റെ മുകളിൽ കൂടി നടക്കുക. എന്നിട്ട് ഈ പറയുന്ന കോടാനുകോടി മനുഷ്യരെ വിചാരണ ചെയ്യണം. ആകെ ഓരോരുത്തരുടെ കീഴിലും 2 മലക്കുണ്ടെന്ന് പറഞ്ഞു. ഇടത് വശത്ത് ഒരു മലക്ക്, വലതൊരു വശത്ത് നന്മയും തിന്മയും എഴുതി വെച്ച മലക്കുകൾ. അവരുടെ എണ്ണം ഒന്ന് ആലോചിക്കുക. ഒരു മനുഷ്യൻ 2 മലക്കുകളും. ഇതെവിടെ നിൽക്കും? ഇതെവിടെ നിൽക്കുക ഇത്രയും മനുഷ്യര് ഇവിടെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ? എന്നിട്ട് ഇവരെ വിചാരണ എത്ര കാലം പിടിക്കുക വിചാരണ? അപ്പൊ പറഞ്ഞേക്കാം ദൈവത്തിന് ഇത് സെക്കൻഡ് വെച്ച് സാധിക്കുന്നു. ഓരോരുത്തരുടെയും നന്മ തിന്മകൾ പിടിക്കണ്ടേ? അതോ അവിടെ കമ്പ്യൂട്ടറൈസേഷൻ ആക്കിയിട്ടുണ്ടോ? നമ്മളെ കൈ അങ്ങോട്ട് വെച്ച്, എന്നാലും കൈ വെക്കാനുള്ള സമയം വേണ്ടേ ഈ കോടിക്കണക്കിന് മനുഷ്യർക്ക്? കോടിക്കണക്കിന് മനുഷ്യരെ വിചാരണ ചെയ്ത് തീരുമ്പോൾ ഇനി എത്രയും വലിയ സോഫ്റ്റ്വെയർ ആണോ എനിക്ക് അറിഞ്ഞുകൂടാ. ആ സോഫ്റ്റ്വെയർ എന്തായിരിക്കും എന്നുള്ളത്. ഇത്രയും മനുഷ്യരെ അനലൈസ് ചെയ്ത് തെറ്റ് കണ്ടുപിടിച്ച് ശരിയും കണ്ടുപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്ത് മാറ്റണമെങ്കിലുള്ള സമയം ഭയമുള്ള ചെറുപ്പക്കാർ ചിന്തിക്കുക. പിന്നെ ഇത്രയും മനുഷ്യർക്ക് കട്ടിൽ. അപ്പോൾ ഈ മനുഷ്യർ സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യർ കുറച്ചുണ്ടെന്ന് വിചാരിക്കും. എങ്കിൽ പോലും അതിനുള്ള ഹൂറിമാർ വേറെ, കുണ്ടന്മാർ മദ്യമായിട്ടിങ്ങനെ നടക്കുന്ന, ചായ കാപ്പി ജ്യൂസ് പനിനീര് തളിക്കുക, പാത്രമൊക്കെ അടുത്ത് കൊണ്ടുപോവുക. അതിനാണ് ബാലന്മാർ. ഞാൻ അവരെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഈ ബാലന്മാർ ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ഈ ബാലന്മാർ കണ്ടുകൊണ്ടിരിക്കുക മൊത്തം ഇത് ഈ ഹൂറികളായിട്ട് മനുഷ്യരെ രമിക്കുന്നു, അവിടെ കെട്ടിപ്പിടിക്കുന്നു, ഇവിടെ കെട്ടിപ്പിടിക്കുന്നു, ചിലർ വെള്ളമടിക്കുന്നു, മദ്യപ്പുഴയിൽ ചാടുന്നു. ഇത് ബാലന്മാരാണ്, എല്ലാ കാലവും ബാലന്മാർ. ഈ ബാലന്മാർക്ക് വയസ്സ് മാറൂല, ബാലന്മാർ തന്നെ. ഇത് കണ്ട് 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 ഭ്രാന്ത് പിടിച്ച ബാലൻ എന്തായിരിക്കും? പടച്ചോരെ ചോദിക്കൂലേ, ഇനി എന്ത് വായനാണ്, ഞങ്ങൾക്ക് മാത്രം ഇതൊന്നും വേണ്ടേ? അവിടെ സമരം നടക്കും, ഉറപ്പാ. ഈ സ്വർഗത്തിൽ സമരം ഉറപ്പാണ്. ഈ ബാലന്മാർ യൂണിയൻ ഉണ്ടാക്കും, ഫ്ലാഗ് പിടിക്കും, ഞങ്ങൾക്കും വേണം പ്രായം, ഞങ്ങൾക്കും വേണം ഹൂറികൾ എന്ന് വിളിക്കും. അതല്ലെങ്കിൽ അവരൊക്കെ അപ്പം പറയും, അവരൊക്കെ ആ ബുദ്ധി അങ്ങനെ വർക്ക് ചെയ്യില്ല, മന്ദബുദ്ധികളാക്കുന്ന പറഞ്ഞു. മനുഷ്യരൊക്കെ മന്ദബുദ്ധികളാണ്. പിന്നെ അവിടെ ചിന്തിക്കാനുള്ള ശേഷിയില്ല എന്നോ, വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. എന്താ പറയല്ലേ? അപ്പം ഇതിനെയാണ് ഭയപ്പെടുന്നത്. എന്തിനാണ് ഇതിന് ഭയപ്പെടുന്നത്? ഒരു സാമാന്യ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഭയമുള്ളവർ യുക്തി ഉപയോഗിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇത് സാധ്യമാണോ? ഈ ജീവിച്ച് പോയ സകല മനുഷ്യരെയും വിചാരണ ചെയ്ത് ഡിവൈഡ് ചെയ്ത് സ്വർഗത്തിലും നരകത്തിലും ഇടുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ കുട്ടികളായിരിക്കുന്നൊരു സമൂഹം, അവർക്ക് ഒരിക്കലും പ്രായവ്യത്യാസം വരില്ല. ബാക്കിയൊക്കെ 30 വയസ്സുള്ള ചെറുപ്പക്കാരായിട്ട് ചെറുപ്പക്കാരികളായിട്ട് ഹൂറികളായിട്ടൊക്കെ ഒരേ രീതിയിൽ.
ഇതിൻ്റെ സാമാന്യ യുക്തി ഒന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് വെറും ഒരു സ്വപ്നമാണ്, അല്ലെങ്കിൽ ഒരു എന്തായാലും പറയേണ്ടത് എനിക്കറിയില്ല. ഇനി രണ്ടാമത് യുക്തി കൊണ്ട് തന്നെ ചിന്തിക്കുക. വീണ്ടും ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് തന്നെ കരുതുക, സ്വർഗമുണ്ടെന്ന് തന്നെ കരുതുക. ഈ സ്വർഗത്തിലെ അവസ്ഥ എന്താണ്? ആകാശത്തേക്ക് നോക്കി ഒരു കാടപ്പക്ഷി, അയ്യോ എന്ത് നല്ല പക്ഷി, നേരെ വീഴുന്നു. പക്ഷി ഫ്രൈ ആയിട്ട് വീഴുന്നു, തിന്നുന്നു. അങ്ങോട്ട് നോക്കി, അവിടെ കണ്ടു ഒരു നല്ല ആട്, ഉടനെ ഫ്രൈ ചെയ്യും. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതിൽ വേറൊരു പ്രശ്നമുണ്ട്. മനുഷ്യർ മാത്രമേ പുനർജനിക്കുള്ളൂ, സ്വർഗത്തിലേക്ക് പോവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് അവിടെ ഇത്രയധികം ഈ കാടപ്പക്ഷിയും മൃഗങ്ങളൊക്കെ ഉണ്ട്? ദൈവമേ, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. ആടും കോഴിയൊക്കെ വേണ്ട അവിടെ. കാരണം മന്തി റൈസ് ഉണ്ടാക്കണമെങ്കിലും ഈ പറയുന്ന എന്താ ലോകത്തുള്ള സകല സാധനങ്ങളും വേണ്ടേ. എനിക്ക് ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ ഉടനെ ചിക്കൻ ഫ്രൈഡ് റൈസ്, ചിക്കൻ വേണം. എനിക്ക് ആട് മറ്റേ ചുട്ടത് വേണമെന്ന് പറയുമ്പോൾ ആട് വേണം. ഇവിടുന്ന് തിന്നാൻ ആഗ്രഹിച്ചതൊക്കെ അവിടെ വേണ്ടേ ഇത്രയും മനുഷ്യർക്ക്? അപ്പോൾ ഒരു സംഗതി വിട്ടുപോയിട്ടുണ്ട്. അവിടെ മൃഗങ്ങളും ഫ്രൂട്ട്സ് ഉണ്ടാകുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മൃഗങ്ങളും വേണം, ഒട്ടകം വേണം. നല്ല തിന്നാൻ പറ്റുള്ളൂ. അതൊക്കെ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. സ്വർഗത്തിൽ ഒട്ടകം ഉണ്ട്, ആരെ പിടിച്ച് അറക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ നോക്കിയാൽ മതി. പശുവിനെ നോക്കിയാൽ പശു ഫ്രൈ, മൂരിയെ നോക്കിയാൽ മൂരി ഫ്രൈ. പിന്നെ അതിനേക്കാളും എനിക്ക് സങ്കടം തോന്നിയിട്ടുള്ള കാര്യം, ഒരു റൂമിൻ്റെ വലുപ്പമാണ്. പടച്ചോനെ, റൂമിൻ്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ ഇതാ കിലോമീറ്റർ ദൂരമാണെന്ന്. രാവിലെ ഒന്ന് എഴുന്നേറ്റ് മൂത്രമൊഴിക്കാൻ പോകുന്ന ഒരവസ്ഥ ആലോചിച്ചപ്പോൾ തന്നെ കിടക്കയെന്ന് ബാത്റൂമിലേക്കുള്ള ദൂരം ഒന്ന് ആലോചിച്ച് നോക്കൂ. വലിയ വങ്കത്തരാണ്. ഒരു പഴം പറിക്കുമ്പോഴത്തേക്കും അവിടെ വേറെ പഴം ഇങ്ങനെ വരിക. മദ്യം മാത്രം നമ്മളിവിടെ കഴിച്ച ഒരു സാധനമില്ല അവിടെ. മാക്ഡോലോ, ബാക്ക് പേപ്പറോ, ജമാൻ റമ്മോ, ജിന്നോ ഒന്നുമില്ല. ഉള്ളതിനാണെങ്കിൽ ലഹരിയില്ല. ഉള്ളതിനാണെങ്കിൽ ലഹരിയില്ല. പിന്നെ അതിന് മദ്യം എന്ന് പറയാൻ പറ്റുമോ? ഇനി എന്തൊക്കെ ഇതൊക്കെ ഉണ്ട് വിചാരിക്കുക. ഇതൊക്കെ ഉണ്ട്. തിന്നുക, കുടിക്കുക, തിന്നുക, ഭോഗിക്കുക, തിന്നുക, ഭോഗിക്കുക. ഇന്ന് ഫ്രൈഡ് റൈസ്, നാളെ ബിരിയാണി, മറ്റന്നാൾ മട്ടൺ, അതിൻ്റെ പിറ്റേന്ന് ചിക്കൻ, അതിൻ്റെ പിറ്റേന്ന് കരിങ്കോരങ്ങ്, എല്ലാം എല്ലാ സാധനത്തിനെയും തിന്ന് 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 എന്താ ചെയ്യുക? മടുക്കില്ലേ? ഒരു ജീവിതത്തിൽ രുചി എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? രുചി എന്താണ്? നമ്മൾ കുറച്ച് ദിവസം പട്ടിണി കിടന്നിട്ട് അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം കിട്ടാതിരുന്ന അവസ്ഥയിൽ നല്ല കഞ്ഞിയും ചുട്ടരച്ച ചമ്മന്തിയും ഒരു പപ്പടയും കിട്ടിയാൽ ഹാ എന്ത് രുചിയാന്ന് പറയും. സുഖം എന്താണ്? കുറേ കഷ്ടപ്പാട് കഴിഞ്ഞ ഒരു റിലാക്സ്, ഒരു സുഖം കിട്ടുമ്പോഴാണ്. സുഖം എന്ന് പറയുന്ന അവസ്ഥ തന്നെ ദുഃഖത്തിൻ്റെ മറ്റൊരവസ്ഥയാണ് സുഖം. സുഖം എന്ന് പറഞ്ഞാൽ അത് ദുഃഖവും കൂടി ചേർന്നിട്ടുള്ളതാണ് സുഖം. ദുഃഖത്തിൽ നിന്നേ സുഖം ഉണ്ടാവുള്ളൂ. സുഖം തന്നെയാണെങ്കിൽ പിന്നെ സുഖം എന്ന് പറഞ്ഞാൽ മരവിപ്പ് എന്ന് വേണം പറയാം. ഒരു മരവിച്ച അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളാണ്. ഒരു പ്രത്യേകിച്ച് നാളെ എന്നുള്ളൊരു പ്രതീക്ഷയില്ല. നാളെ എന്താവുന്ന പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഇത് കാലാകാലങ്ങൾ, കോടാനുകോടി അനന്തകോടി വർഷങ്ങൾ ഇതേ ഭോഗവും ഇതേ തീറ്റയും ഇതേ അവസ്ഥയാണ് സ്വർഗത്തിൽ. എന്നാൽ പിന്നെ നരകത്തിലേക്ക് പോയാലോ? നരകത്തിൽ ഇന്ന് അരയ്ക്കുന്നു, നാളെ ചുടുന്നു, മറ്റന്നാളിങ്ങനെ റോളറിൽ കയറ്റിയിട്ട് ഇങ്ങനെ
തുളതുളയായിട്ട് മാറ്റുന്നു. പിന്നെ അപ്പുറത്ത് കഴുകാൻ കൊത്തിപ്പറിക്കുന്നു. പിന്നെ അഗ്നി ഈ ലോഹം കൊണ്ടുപോയി നമ്മൾ തലയിൽ ഒഴിക്കുന്നു, അണ്ണാക്കിലേക്ക് ഒഴിക്കുന്നു. ഇത് കുറേ ഒഴിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ഇത്രയേ ഉള്ളൂ. 1000 പ്രാവശ്യം മരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണം എന്ത്? ഇനി ഇതൊക്കെ പോട്ടെ, അവിടെ ദുഃഖം തന്നെയാണ് വിചാരിക്കുക. എന്നാലും അവിടെ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇതൊക്കെ തീരുമോ, എന്നിട്ടൊന്ന് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ എന്നുള്ളൊരു പ്രതീക്ഷ എവിടെയുണ്ട്? നരകത്തിലുണ്ട്. മനുഷ്യൻ്റെ ചിന്താപരമായിട്ടുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്ന ഒരവസ്ഥ, ദുഃഖം എന്ന് പറയുന്ന ഒരവസ്ഥ, സ്വപ്നം കാണാനുള്ള സ്വപ്നം കാണുക എന്നുള്ള നിസ്സാര കാര്യമില്ല. സ്വപ്നം കാണാനുള്ള അവസ്ഥ എവിടെയുണ്ട്? നരകത്തിലുണ്ട്. സ്വർഗത്തിലോ? സ്വപ്നമേ ഇല്ലാത്ത അവസ്ഥയാണ്. കാരണം ഇത് തിന്ന് പിന്നെ എന്തിനാ സ്വപ്നം കാണുന്നത്? ഇത് തന്നെയല്ലേ, വേറെ ഒന്നുമില്ല. വേറെ ഒന്നുമില്ലാത്ത അവസ്ഥ. ഇത്രയും ചിന്തിച്ചാൽ ഈ നരകഭയം തീർന്നു. ഞാൻ അങ്ങനെയാണ് അവസാനം. ആ ചിന്ത ആദ്യം എനിക്ക് വന്നിട്ടില്ല. ഇതിൻ്റെ ഒരു വ്യർത്ഥത എന്താണെന്ന് ആദ്യം ഞാൻ ചിന്തിച്ചില്ല. ഞാൻ അവസാനമാണ് ചിന്തിക്കുന്നത്. അത് ചിന്തിച്ചതോടി വിട്ട് കംപ്ലീറ്റ് സാധനം. കാരണം ഇത് വെറും ഫേക്കാണ് എന്നുള്ളത് ആ ബോധ്യത്തിൽ നിന്നുണ്ടായിരുന്നു. കാരണം മടുപ്പിൻ്റെ അപ്പുറത്ത് മടുത്ത ഒരു ജീവിതമായിരിക്കും അങ്ങനെ. നമ്മൾ ആഗ്രഹിച്ചതൊക്കെ കിട്ടിക്കൊണ്ടേയിരുന്നാൽ, 24 മണിക്കൂറും ഭോഗിച്ചു കൊണ്ടേയിരുന്നാൽ, അതിന് എന്ത് സുഖകരമായ അവസ്ഥയാണെങ്കിൽ ശരി, ഇത് നിത്യ തൊഴിലാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന് മടുപ്പാണ് ഉണ്ടാവുക, ബോധമുണ്ടെങ്കിൽ. ഇനി ബോധമില്ലാത്ത അവസ്ഥയാണെങ്കിൽ പിന്നെ ഇതൊക്കെ എങ്ങനെ തിരിച്ചറിയും? ഉത്തരം മുട്ടിയപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഉസ്താദ് പറഞ്ഞതാണ്, അവിടെ ചിന്തിക്കാനുള്ള ബോധമുണ്ടാവില്ല മനുഷ്യർക്കൊന്നും. ചിന്തിക്കാനില്ലാത്ത, ബോധമില്ലാത്ത അവസ്ഥയിൽ പിന്നെ എന്ത് രസം, എന്ത് സുഖം? ഒരു ചിന്തയാണല്ലോ അടുത്ത രസത്തിലേക്ക് നമ്മൾ വിടുന്നത്. ഇന്ന് എയെ ഭോഗിച്ചു, നാളെ ബിയെ ഭോഗിക്കണം എന്നുള്ള ചിന്തയാണല്ലോ അല്ലെങ്കിൽ ഇതിനേക്കാൾ പ്രത്യേകത അപ്പുറത്തുണ്ട് എന്നുള്ള ഒരു ചിന്തയാണല്ലോ നമ്മളെ. അപ്പോൾ ആ ബോധമില്ലെങ്കിൽ ഏതായാലും ഇപ്പം എന്ത്, 72 അല്ല 1 ഇപ്പം എന്ത്, ഒന്നും ഇല്ലെങ്കിൽ എന്ത്, താനെ സ്കലിച്ചാലും പോരെ. അപ്പം എത്ര മോശമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് ഈ മനുഷ്യർ സ്വപ്നം കണ്ടിട്ട് ഇതൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് ചിന്തിക്കുക. എത്ര മോശമായ അവസ്ഥയാണ് ശരിക്ക്. ഈ ഒരു ഡ്രീം, അതല്ലെങ്കിൽ ഒരിക്കലും കമ്മ്യൂണിസത്തെ പോലെ ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നം. ആ സ്വപ്നത്തിന് വേണ്ടി ഈ ലോകത്ത് ലഭിക്കുന്ന വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം. ഒരു 100 ആയുസ് കൂട്ടുകയാണെങ്കിൽ തന്നെ എത്രയായി? 100 × 365 ദിവസം. അതിനെ ഇല്ലാണ്ടാക്കുക, അതിനെ ഈ ക്രൂരമായിട്ട് നമ്മൾ തലകുത്തി മറിഞ്ഞ് 24 മണിക്കൂറും ഭയപ്പെട്ട് ജീവിച്ച് എന്നിട്ട് പോയി കിട്ടുന്ന സംഗതി അതൊക്കെ. ഇപ്പം ഞാൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ എനിക്കൊന്നും പിന്നെ 2 മലക്കിൻ്റെ ആവശ്യമില്ല. നന്മയില്ലല്ലോ, തിന്മയില്ലേ. കാരണം കാഫിറാണല്ലോ. കാഫിറിനെന്ത് നന്മ? ഗുരുവായൂരപ്പനെ വിളിച്ചിട്ടും കാര്യമില്ലല്ലോ. മറ്റാൾ ഉറങ്ങിയാണ്. വലതുവശത്തെ മലക്ക് ഉറങ്ങിയിട്ട് കുറേ കാലമായി. മൂപ്പർക്കാണെങ്കിൽ ഡ്യൂട്ടി കൂടുതൽ. ഇടതുവശിരിക്കുന്ന മൊത്തം എഴുതി ഉണ്ടാക്കണ്ടേ. ഇപ്പം ഞാൻ ഈ പറയുന്ന സംസാരം മൊത്തം എഴുതി വെക്കണം. കാരണം നാളെ ദൈവത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വിചാരണ ചെയ്യുമ്പം 2025 ജനുവരി ഇത്രാം തീയതി
യൂട്യൂബിൽ ഇന്നതൊക്കെ പറഞ്ഞു, അതുകൊണ്ട് മുള്ളിൻ്റെ മുരിക്കൊണ്ട് ഉരുട്ടൽ വേറെ എന്ന് പറഞ്ഞ് ശിക്ഷിക്കണ്ടേ? അപ്പം അങ്ങേർക്ക് മാത്രം ഡ്യൂട്ടി എഴുതി നമ്മുടെയൊക്കെ കാര്യത്തിൽ എനിക്കും അതുപോലെ തന്നെ ലിയാഖത്തലിക്കും ഈ പറയുന്ന ജാമിദ ടീച്ചറുടെയൊക്കെ ഇടതുവശത്തിരിക്കുന്ന മലക്കിൻ്റെ പണി ഒരു 1.5 പണിയാട്ടോ. എത്ര പേജ് എഴുതണം ചോദിച്ചിട്ടാ. ഇപ്പോഴെങ്കിലും ഇത്രയും ചിന്തിച്ചാൽ ആ ഭയം തീർന്നു ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ജീവിക്കുന്ന ഭൂമി, ആ ഭൂമിയിൽ പരസ്പരം സ്നേഹിച്ച് വെറുതെ ദൈവത്തിന് വേണ്ടിയിട്ട് തല്ലുകൂടാതെ മാന്യമായി ഇവിടെ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ നേടിയെടുത്ത് ജീവിക്കുക. ഇവിടെ തെറ്റ് ചെയ്തവർ അവിടെ ശിക്ഷ കിട്ടില്ലേ എന്ന് കിട്ടാതെ പോയാൽ എന്ത് നീതി എന്നാ ചോദിക്കുന്നത്. ഇപ്പൊ ഇവിടെ 5 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത വ്യക്തിക്ക് അവിടെ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഈ 5 വയസ്സുകാരിക്ക് എവിടെയാണ് നീതി കിട്ടുന്നത്? 5 വയസ്സുകാർക്ക് നീതി കിട്ടുന്നില്ലല്ലോ. ബലാത്സംഗം ചെയ്തതിന് ശിക്ഷിച്ചെന്നല്ലാതെ. അങ്ങനെയാണ് ആ നീതി ഇവിടെ കിട്ടുന്നുണ്ടെങ്കിൽ. നീതി കിട്ടാതെ പോവുകയാണെങ്കിൽ എന്നാണ് അർത്ഥത്തിൽ പറയുന്നത്. ഈ ചോദ്യം മണ്ടൻ ചോദ്യമാണ് എപ്പോഴും. കാരണം ഇവിടെ കൈക്കൂലിയൊക്കെ വാങ്ങിച്ച് ഒരാൾ പിടിക്കപ്പെടാതെ മരിച്ചു പോയാൽ അയാൾക്ക് ശിക്ഷ എവിടെയാണ്? അയാൾക്ക് ശിക്ഷ എന്ത് ശിക്ഷ? അയാൾ ഇവിടെ തന്നെ ജനിക്കുകയാണ്, ശിക്ഷ കിട്ടും. നേരത്തെ പറഞ്ഞു, അത് പിന്നെയും നമുക്ക് വിശ്വസിക്കാം. പക്ഷെ ആൾ തിരിച്ചറിയില്ല അയാളാണ് ഇവിടെ ജനിച്ചതെന്ന്. ഞാൻ നാളെ നേരത്തെ പറഞ്ഞ വളമായി വീണ്ടും വളം രക്തമായി, രക്തം ശുക്ലമായി വീണ്ടും ഒരു അണ്ടത്തോട് ചേർന്ന് ഞാൻ പുനർജനിക്കുകയാണെങ്കിൽ പോലും ഈ ജന്മത്തിലുള്ള എൻ്റെ ബോധതലമൊന്നും അടുത്ത ജന്മത്തിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. ജനിക്കുകയായിരിക്കും നമ്മളിങ്ങനെ ചാക്രികമായിട്ട് നമ്മുടെ ഊർജം കൈമാറ്റപ്പെടാം എന്ന് വിശ്വസിക്കാം. അതിൻ്റെ നന്മതിന്മകൾ അവർ ആ ജനിക്കുന്ന മൃഗമായിട്ടോ എന്തായിട്ടോ ആ വളം സ്വീകരിക്കുന്ന, അതല്ലെങ്കിൽ അങ്ങനെ ചെടി, അതിൻ്റെ ഫലം എന്താണെന്ന് പറയാൻ പറ്റില്ല. അല്ലാതെ ഈ ചത്ത ആളെ കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്ത് അടിച്ച് തൊഴിച്ച് ഒരു മുടി 7 കെട്ടി നീട്ടിയിട്ട് അത് തീൻ്റെ മുകളിൽ മുടീൻ്റെ പാലം നല്ല രസമായിരിക്കുമല്ലോ. അതിൽ കൂടി കടത്തിയിട്ട് ഞാൻ പറഞ്ഞ ഒരു കോടാനുകൂടി മനുഷ്യരെ വിചാരണ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ശിക്ഷയും പ്രത്യേകം വേണ്ടേ? ഇവിടെ എന്തൊക്കെ തെറ്റ് ചെയ്ത് അതിനുള്ള ശിക്ഷയിലുള്ളൂ. ചെറിയ തെറ്റ് ചെയ്തവർക്ക് ചെറിയ ശിക്ഷ മതിയല്ലോ. ഇതൊക്കെ വിധിക്കണ്ടേ? ഇവിടെ തീർന്നു പ്രശ്നം. ഈ മണ്ടത്തരം ചികഞ്ഞെടുത്താൽ തീരുന്ന പ്രശ്നമുള്ളൂ. വിശ്വാസം അതല്ലേ എല്ലാം. വിശ്വാസം, ഈ ജന്മം ഒരു മനുഷ്യജന്മം. ആ മനുഷ്യജന്മത്തിൽ നമുക്ക് വേണമെങ്കിൽ ഈശ്വരീയമായി ജീവിക്കാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ സമൂഹത്തിന് നന്മ ചെയ്ത് മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് പ്രകൃതിയെ സംരക്ഷിച്ച് നമ്മുടെ രക്ഷകർത്താക്കളെ സംരക്ഷിച്ച് ഗുരുവിനെ പൂജിച്ച് അവർക്ക് പ്രകൃതിയെ സ്നേഹിച്ച് എല്ലാ മനുഷ്യരെയും സ്നേഹിച്ച് ഈശ്വരീയമായിട്ട് ജീവിക്കാം. അതിന് ഒരു ഭയമൊന്നും വേണ്ട ആവശ്യമില്ല. അതേ ബാക്കിയുണ്ടാവുള്ളൂ. വെറുതെ കുത്തിയിരുന്നിട്ട് സ്വർഗവും നരകവും കണ്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് വരുവിൻ, ഭയം ഇല്ലാതാക്കുവിൻ, എന്നിട്ട് ഭയപ്പാടില്ലാതെ ഈ ലോകത്ത് സ്വതന്ത്രമായി ജീവിക്കും. എൻ്റെ പോളിസി അതാ. മരിച്ചു കഴിഞ്ഞ് ചെയ്തിട്ട് ഒരു പുല്ലും കിട്ടില്ല, ഒരാളും ഇല്ല, ഒരാളും ചോദിക്കാനുമില്ല, പറയാനുമില്ല. അതൊരു ഫുൾ സ്റ്റോപ്പാണ്.
ഒരു സംശയം വേണ്ട. മറ്റ് നമുക്ക് വിശ്വസിക്കാം. ഏത് സയൻറ്റിഫിക്കായിട്ട് ഞാൻ വളമായി മാറും എന്നുള്ളത് ഉറപ്പാണ്. അതല്ലെങ്കിൽ ചിലപ്പോൾ ചന്ദ്രനിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് തീർന്നാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഇങ്ങോട്ട് എത്തുന്നില്ല. എന്നാലും ചിലപ്പോൾ കോടാനുകോടി വർഷം കൊണ്ട് എവിടെയെങ്കിലും എത്തി ഇത് ബോഡി ഡിക്കേ ആയി പുഴുവായി മാറട്ടെ. അതല്ലാത്തതിൻ്റെ യോഗം അങ്ങനെയാണ്. ചിലപ്പോൾ അന്തരീക്ഷത്തിൽ പറന്ന് കുറേ കാലം നടക്കാനാണ് യോഗമെങ്കിൽ അങ്ങനെ നടക്കും. സ്പേസിൽ നിന്ന് ഷട്ടിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ ഡെഡ് ബോഡി ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കും. എന്തെങ്കിലും ഭൂമിയിലേക്ക് ഇവനും കത്തി ചാമ്പലായി പോവുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ശാസ്ത്രം. അപ്പോൾ വിശ്വാസമാവാം, അത് ശാസ്ത്രത്തിൻ്റെ കൂടെ പോകുന്നതാണെങ്കിൽ, ശാസ്ത്രത്തെ അംഗീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ. നമുക്കൊരു ചെറിയ ഭയമോ ഒക്കെ അത് അടുത്ത ജന്മത്തിലേക്കല്ല, ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ഇവിടെ നമുക്ക് ശിക്ഷ ലഭിക്കും. അതെങ്ങനെയാണ്? ഒന്നുകിൽ നമുക്ക് IPC പ്രകാരമുള്ള ശിക്ഷ ലഭിക്കും, അതല്ലെങ്കിൽ മാനസികമായിട്ട് നമ്മൾ സ്വയം ശിക്ഷിക്കപ്പെടും. എത്ര കുതിര പോലെ നടന്ന മനുഷ്യനാണെങ്കിലും പിന്നീട് താൻ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് പരിതപിക്കും, വിഷമിക്കും. അങ്ങനെ വിഷമിച്ചേ പോവുള്ളൂ. അങ്ങനെ സാധ്യതയുണ്ട്. ഈ ജീവിതത്തിൽ തന്നെ സ്വർഗവും നരകവും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ആ ചാൻസിന് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ചാൻസാണ്. അത് കുറ്റബോധമുള്ളവനെ ഉണ്ടാവുള്ളൂ. അതും കുറ്റബോധമില്ലാത്തവനെന്ത്. എന്തായാലും അതുകൊണ്ട് 2 എപ്പിസോഡായിട്ട് പറഞ്ഞു, ആരും ഭയപ്പെടേണ്ട, ഒരു വിശ്വാസിയും ഭയപ്പെടേണ്ട. നാളെ നിങ്ങൾക്കായി ഒരു സ്വർഗവും കാത്തിരിപ്പില്ല. ഈ ജീവിതം മാത്രമേ ഉള്ളൂ. ആ ജീവിതത്തെ സുന്ദരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ബാക്കിയൊക്കെ കഥകളാണ്. ഞാനിവിടെ ഈശ്വരനെ വിളിക്കുന്നത്, ഈ ജന്മത്തിൽ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എനിക്ക് ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഞാൻ എൻ്റെ ഉള്ളിലുള്ള ആ നന്മയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ വിളിക്കാം. ഞാൻ ഈശ്വര നിഷേധിയൊന്നുമില്ല, അറിയില്ല. ലിയാഖത്ത് പറയുന്ന അങ്ങനെ ഒന്നും ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇനി ശാസ്ത്രം നാളെ പറയുകയാണ് ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. ദൈവം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം ഒരു സൃഷ്ടി കർമ്മം ചെയ്യുന്ന, സൃഷ്ടി നടത്തുന്ന ഒന്നല്ല. എനിക്ക് ഗീതയിൽ നിന്ന് കിട്ടിയ അറിവിൽ അങ്ങനെ സൃഷ്ടിക്കുന്ന ഒന്നല്ല. സൃഷ്ടിക്കുന്നതൊക്കെ പ്രകൃതിയാണ്. പ്രകൃതി സൃഷ്ടിക്കുന്നു, പ്രകൃതി തന്നെ നശിപ്പിക്കുന്നു. അതിനപ്പുറത്ത് അതിൽ ദൈവത്തിന് യാതൊരു പങ്കാളിത്തവും ഇല്ല. നമ്മൾ കേൾക്കാത്ത, അറിയാത്ത അങ്ങനെ ഒരു എനർജി ഉണ്ടെങ്കിൽ, സോഴ്സ് ലോകം മുഴുവൻ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സോഴ്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ആരും കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് പരിപൂർണമായിട്ട് വിശ്വസിക്കാം. അതല്ലെങ്കിൽ നമ്മളൊക്കെ ഏതോ ഒരു എനർജിയുടെ ഭാഗമായിട്ട് ചലിച്ചു കൊണ്ടിരിക്കുന്നതാണെന്ന് പറയാം. ആ എനർജിയെ നമുക്ക് നമിക്കുകയും ചെയ്യാം. ഒരു കുഴപ്പമില്ല. ഏത് പേരിടാം. അള്ളാഹ് എന്നിട്ടാലും കുഴപ്പമില്ല, ഈശ്വരൻ എന്നിട്ടാലും കുഴപ്പമില്ല. ഏത് പേരിട്ടും അതിന് വിളിച്ചുള്ള ഒരു കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ പേരിൽ മനുഷ്യനെ പരസ്പരം നീ ആ വിശ്വാസിയല്ലേ, നീ ഈ വിശ്വാസിയല്ലേ എന്ന് പറഞ്ഞിട്ട് ദ്രോഹിക്കുന്ന, അതല്ലെങ്കിൽ നാളെ എൻ്റെ ദൈവത്തിൻ്റെ രാജ്യം വരും പറഞ്ഞിട്ട് ഈ ബോംബ് പൊട്ടിക്കുന്ന വിഡ്ഢികളോട്, എൻ്റെ ദൈവത്തിൻ്റെ രാജ്യം നാളെ വരും എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ കൂട്ടക്കുരുതി കൊടുത്തുന്ന തെമ്മാടികളോട് നമുക്ക് കൂട്ടു നിൽക്കാൻ പറ്റില്ല. ഇന്നത്രയും പോരെ. നന്ദി, നമസ്കാരം. വീണ്ടും നമുക്ക് അടുത്ത വിഷയമായിട്ട് കാണാം. അതേപോലെ എല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് സംസാരിക്കാം. ഇനിയും
ഹലാക്കിൻ്റെ അവരും കഞ്ഞിയും ധാരാളം സംഗതികൾ വരുന്നുണ്ട്. അതുകൂടാതെ മറ്റ് സംഗതികളും വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് നമ്മളെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക.